ഈ ഇക്രാമിനെയും വിഹാനത്തിനെയൊക്കെ വെളിവാക്കുന്നത് എന്താണ്? ഭാഷയാണ്. ഭാഷയാണ് പ്രധാനം. ഭാഷയാണ്. മൻ അലിമ ലുഗത ഖൗമിൻ അമിന ശിറാറഹും. ഒരു ജനതയുടെ ഭാഷ പഠിച്ചാൽ ആ ജനതയിൽ നിർഭയനായി കഴിയാം. പുണ്യ റസൂൽ എഴുതിച്ചോളി ഹദീസ്. നമ്മളെപ്പോലത്തെ ആളുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഞാനത് പറയലിൻ്റെ ഒരു സുന്നത്തായതുകൊണ്ട് ഞാൻ പറയാം. നിങ്ങൾ എഴുതിയേക്കൂലെന്ന് എനിക്കറിയാം. മൻ അലിമ ലുഗത ഖൗമിൻ അമിന ശിറാറഹും. ഒരു ജനതയുടെ ഭാഷ പഠിച്ചാൽ ആ ജനതയിൽ നിർഭയനായി കഴിയാം എന്ന് പുണ്യ റസൂൽ. മനസ്സിലായില്ലേ പറഞ്ഞപ്പോൾ? അപ്പം ഭാഷ ശരിക്കും പഠിക്കണം. ഭാഷയാണ്, വേറൊന്നുമില്ല. അനവധി ഭാഷകൾ പഠിച്ച ഒരാളാണ് മൊയ്ൻകുട്ടി വൈദ്യർ. അതുകൊണ്ടാണ് മഹാകവിയായത്. അതായത് ഒരു സാധാരണക്കാരന് ബദർ കിസ്സ പാട്ട് അർത്ഥമാക്കാൻ കഴിയില്ല, ബദറുദ്ദീൻ മുസ്ലിം അർത്ഥമാക്കാൻ കഴിയില്ല, സാധാരണക്കാർക്ക് കഴിയില്ല. കാരണം അനവധി ഭാഷ അറിയാം, അനവധി ഭാഷ. 40ാമത്തെ വയസ്സിൽ മരിച്ചിട്ടുണ്ട് മൊയ്ൻകുട്ടി വൈദ്യർ. എത്ര അതിനെ മറികടക്കുന്നൊരു മഹാകവി ഇന്നുവരെ ഉണ്ടായിട്ടില്ല. കേരള സർക്കാരാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തുന്നത്. അപ്പോൾ അദ്ദേഹം ആരായിരിക്കും? മനസ്സിലാണ് പറഞ്ഞത്. മൊയ്ൻകുട്ടി വൈദ്യർ സ്മാരകം നിലനിർത്തുന്നത് മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ എന്ന സർക്കാർ രേഖയാണ്. മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ. أمين الذي يمضي بعقلي فلم يبق رسول أمين أكرم الخلق كله لدى حضرة الرحمن ذي الرتق والفتق جليل جميل كامل ومبشر نذير مطاع عند ذي الهدي والوفق إمام لرسل الله وهو ممدهم فقد فاق من قد جاء بالحق للخلق لعمدي وما عمدي علي بحيني لنعم المقفى هاديا وعلي الخلق دعني وابلاني محياه كلما تبدى سباني نحوه الربق بالرفق فما كاجبين الهاشمي محمد وما كان محياه من الحسن والرفق. ഒന്നാമത്തെ വരിയുടെ അർത്ഥം വിശദീകരിച്ചിട്ടുണ്ട്. طويت عبادات العليم كلها بحب رسول الله أحمد ذي الخلق. തവൈത്തു ഞാൻ ചുരുട്ടിയിട്ടുണ്ട് ഇബാദാത്തിൽ അവാലിമി ലോകങ്ങളുടെ മുഴുവനും ആരാധനകളെ, എല്ലാ ലോകങ്ങളുടെയും ഇബാദത്തുകളെ ഞാൻ ചുരുട്ടി. കുല്ലഹ, ആ ഇബാദത്തുകളെ എല്ലാം. അവിടെ കുല്ലഹ എന്ന് പറഞ്ഞാൽ അങ്ങനെയും വെക്കാം, കുല്ലഹ അങ്ങനെയും വെക്കാം, കുല്ലിഹി അങ്ങനെയും വെക്കാം. തവൈത്തു ഇബാദാത്തിൽ അവാലിമി കുല്ലഹ എന്ന് വെക്കാം, കുല്ലിഹ എന്നും വെക്കാം. 2 നിലക്ക് വെക്കാം. തവൈത്തു ഞാൻ ചുരുട്ടിയിട്ടുണ്ട് ഇബാദാത്തിൽ അവാലിമി. ശ്രദ്ധിക്കണേ. ഇബാദാത്ത് മഫ്ഊലാണ്, തവൈത്തുവിൻ്റെ മഫ്ഊലാണ് ഇബാദാത്ത്. തവൈത്തു ഞാൻ ചുരുട്ടിയ ഇബാദാത്തിൽ അവാലിമി. അതിൽ ആ ഇബാദാത്തിൻ്റെ മുളാഫ് ഇലൈഹിയാണ് എന്ത്? അൽ അവാലിം. മനസ്സിലായില്ലേ? തവൈത്തു ഇബാദാത്തിൽ അവാലിമി, സർവ്വലോകങ്ങളുടെയും ഇബാദത്തുകളെ ഞാൻ ചുരുട്ടി. അതിൻ്റെ വിശദീകരണം പിന്നെ പറഞ്ഞുതരാം. ഞാൻ ആദ്യം എൻ്റെ ഭാഷ പറഞ്ഞുതരാം. തവൈത്തു ഞാൻ ചുരുട്ടി ഇബാദാത്തിൽ അവാലിമി, ലോകങ്ങളുടെ മുഴുവനും ആരാധനകളെ. ഇബാദാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബാദാത്തിൻ്റെ അലിഫും താവ് കൊണ്ടുള്ള ജമ്മാണ്. അപ്പോൾ എന്താണ്? മനസ്സിലായില്ലേ? അപ്പോൾ ഇബാദാത്ത് മഫ്ഊലാണ്. ഇബാദാത്തി മഫ്ഊലാണ്. അൽ അവാലിമി എന്നത് ആ മഫ്ഊലിൻ്റെ മുളാഫ് ഇലൈഹിയാണ്. അൽ അവാലിമു എന്നുള്ളത് തെറ്റാണ്. നിങ്ങളെ കിതാബിൽ കാണുന്ന അവാലിമു തെറ്റാണ്. അവാലിമി മുളാഫ് ഇലൈഹിയാണ്. ഇനി അത് കുല്ലഹാന്നും വെക്കാം, കുല്ല ഹു അത് തെറ്റാണ്. കാരണം ഇബാദാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മുഅന്നസ് ആയതുകൊണ്ട് എന്തെന്നെ വേണം? ജമ്മല്ലേ? മനസ്സിലായില്ലേ? മുഅന്നസ് ആയതുകൊണ്ട് എന്തെന്നെ വേണം? കുല്ലഹ ഔ കുല്ലിഹ, 2 നിലക്കേ വരുള്ളൂ. കുല്ലഹ ഔ കുല്ലിഹ.
കുല്ലഹ എന്നാകുമ്പോൾ അത് ഇബാദാത്തിന്റെ തേക്കീതാവും. കുല്യഹ എന്നാകുമ്പോൾ അത് അവാലിമിന്റെ തേക്കീതാവും. രണ്ടാലൊന്നിന്റെ തേക്കീതാണ്. മഫ്ഊലിന്റെ തേക്കീതാണ് എങ്കിൽ എന്ത് വെക്കും? കുല്ലഹ. അവാലിം എന്ന മുളാഫിലയുടെ തേക്കീതാണെങ്കിൽ കുല്യഹ. ആ ഹൂ വിട്ടുക, ഹായേ വരൂ. മനസ്സിലായില്ലേ? അവിടെ രണ്ട് നിലക്ക് കൊണ്ടുവരാം. ഭാഷ നോക്കണം, ശരിക്കും മേപ്പോട്ട് നോക്കിയിരിക്കരുത്, ഭാഷ നോക്കണം. ഭാഷയാണ് പ്രധാനം. طويت عبادات العواليم كلها بحب رسول الله أحمد ذي الخلق. طويت ഞാൻ ചുരുട്ടി ഇബാദാത്തിൽ അവാലിമി സർവ്വലോകങ്ങളുടെയും ആരാധനകളെ, കുല്ലഹ ആ ആരാധനകളെയെല്ലാം. അപ്പോ കുല്ലഹ തെക്കിതാണ് എന്തിൻ്റെ? മഫൂലിന്റെ തെക്കിതാണ് കുല്ലഹ. അങ്ങനെ തന്നെ. ഇനി തിരിച്ച് ആശയൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഞങ്ങൾ ആദ്യം ഭാഷ ശരിയാക്കി. ഇബാദാത്തിന്റെ മുളാഫിലയാണ് എന്ത്? ഇബാദാത്തിന്റെ മുളാഫിലയാണ് എന്ത്? അവാലിം. മനസ്സിലായില്ലേ? അപ്പൊ ആ അപ്പൊ അവാലിമി മുളാഫിലി മജ്റൂറല്ലേ? അപ്പൊ അവാലിമി. പിന്നെ ഈ അവാലിമിയോട് ഒപ്പിക്കുക, ഇബാദാത്തിനോട് ഒപ്പിക്കുക. ഇബാദാത്ത് മക്സൂറത്തായിട്ടാണ് കാണുന്നതെങ്കിലും അത് നസ്ബിന്റെ ഹാലത്താണ്. കാരണം അതെന്താണ്? മഫ്ഊലാണ്. എന്തിന്റെ മഫ്ഊലാണ്? തവൈത്തു മഫ്ഊലാണ്. തവൈത്തു ഫായില് മഫ്ഊലാണ് ഇബാദാത്തി. അപ്പൊ തവൈത്തു ഇബാദാത്തി ആ മഫ്ഊലിന്റെ തൗക്കീദാകുമ്പോൾ കുല്ലഹ എന്ന് പറയും. മുളാഫിലൈന്റെ തൗക്കീദാണെങ്കിലോ കുല്ലഹ എന്ന് പറയും. തവൈത്തു ഇബാദാത്തിൽ അവാലിമി കുല്ലഹ ഔ കുല്ലിഹ. ഞാൻ രണ്ടിനും അർത്ഥം ഞാൻ പറഞ്ഞുതരാം. രണ്ടിനും രണ്ടർത്ഥമാണ്. തവൈത്തു ഞാൻ ചുരുട്ടി. ഇബാദാത്തിൽ അവാലിമി സർവ്വലോകങ്ങളുടെയും ഇബാദത്തുകളെ ഞാൻ ചുരുട്ടി. കുല്ലഹ ആ ഇബാദത്തുകളെയെല്ലാം ഞാൻ ചുരുട്ടി. ഒന്ന് അങ്ങനെ അർത്ഥം വെക്കാം. പിന്നെ തവൈത്തു ഞാൻ ചുരുട്ടി ഇബാദാത്തിൽ അവാലിമി സർവ്വലോകങ്ങളുടെ ഇബാദത്തുകളെ. കുല്ലിഹ ആ സർവ്വലോകങ്ങളൊക്കെയും. അപ്പോൾ ആ സർവ്വലോകങ്ങളുടെയൊക്കെയും. അപ്പൊ കുല്ലിഹ എന്നത് എന്തിന്റെ തെക്കീതായിരിക്കും? അവാലിമിന്റെ. അപ്പോൾ അത് എന്തായിരിക്കും? കുല്ലിഹ. കാരണം മുളാഫിൽ ചെയ്യാനോട് മജ്റൂറത്താണല്ലോ എന്ത്? അവാലിമി. അതിനെ തെക്കീതാവുമ്പോൾ കുല്ലിഹ. മഫ്ഊലിനെ തെക്കീതാവുമ്പോൾ കുല്ലഹ. ഒന്ന് നോക്ക്. طويت عبادات العوالم كلها أو طويت عبادات العوالم كلها. ഭാഷ എപ്പോഴും പഠിക്കണം. ഒരു ഭാഷ പഠിക്കണം. ഭാഷയിലാണ് എല്ലാം കിടക്കുന്നത്. ഭാഷ എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് നിങ്ങൾക്ക് റൂഹിൻ്റെ ബന്ധം പറഞ്ഞു തന്നതല്ലേ? റൂഹിൻ്റെ ബന്ധം പറഞ്ഞ പോലെയാണ് ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഭാഷ എന്ന് പറഞ്ഞാൽ ഇന്നൽ കലാമ ലഫിൽ ഫുആദി വ ഇന്നമാ ജുഅലൽ ലിസാനു അലൽ ഫുആദി ദലീലാ. ഇന്നൽ കലാമ ലഫിൽ ഫുആദി വ ഇന്നമാ ജുഅലൽ ലിസാനു അലൽ ഫുആദി ദലീലാ. ഇന്നൽ കലാമ ലഫിൽ ഫുആദി യഥാർത്ഥത്തിൽ സംസാരം നടക്കുന്നത് ഹൃദയത്തിലാണ്. എഴുതി വെക്കേണ്ട ഒരു വെയിറ്റാണ് കേട്ടോ. വെയിറ്റ് ചെയ്തേക്കണം. ഭയങ്കര ആശയമുള്ള വെയിറ്റാണ്. ഒരു പേനല്ലാതെ എന്ത് കുന്തം പോലെ നിങ്ങൾ വന്നത്. ഇന്നൽ കലാമ ലഫിൽ ഫുആദി വ ഇന്നമാ ജുഅല ലിസാനു അലൽ ഫുആദി ദലീലാ. ഭയങ്കര വെയിറ്റാണ്.
ഭയങ്കര ആശയുണ്ടായിരുന്നു. ഇന്നൽ കലാമ ലഫിൽ ഫുആദി, സംസാരം നടക്കുന്ന യഥാർത്ഥത്തിൽ ഹൃദയത്തിലാണ്. വഇന്നമാ ജുഇല ലിസാൻ, നാവിനെ ആക്കപ്പെട്ടത്, ഓർ ഭാഷയെ ആക്കപ്പെട്ടത്, അലൽ ഫുആദി ദലീല, ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ഒരു തെളിവായിട്ടാണ്. അപ്പോൾ ഹൃദയത്തിനുള്ളിലുള്ളതിൻ്റെ ദലീലാണ് എന്ത്? നാവിൻ്റെ സംസാരം. യഥാർത്ഥത്തിൽ എവിടെയല്ല സംസാരം? നാവിലല്ല, ഹൃദയത്തിലാണ്. ചിലപ്പോൾ നാവ് കള്ളനാവായിരിക്കും. അപ്പോൾ ഹൃദയത്തിലുള്ളത് മറച്ചു വെച്ച് നാവ് വേറൊന്ന് പറയും, അതിന് കാപ്പട്ടി എന്ന് പറയും. മനസ്സിലായില്ലേ പറഞ്ഞ്? ഇന്നൽ കലാമ, അത് നല്ല ബെയ്ത്ത. ഇത് ഈ ലോകം അവസാനിക്കുന്ന നിങ്ങൾക്ക് ഈ ഭാഷ ഉപകരിക്കും. ഈ ബെയ്ത്ത് നിങ്ങൾക്ക് ഉപകരിക്കാത്തൊരു കാലം ഉണ്ടാവില്ല. ഭയങ്കര ബെയ്ത്തത്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് പഠിച്ചാണ്, അന്ന് മുതൽ ഇന്നേരെ ഉപകരിച്ചിട്ടുണ്ട്. വല്ലാത്തൊരു ബെയ്ത്താണത്. ഇന്നൽ കലാമ ലഫിൽ ഫുആദി വഇന്നമാ ജുഇലൽ ലിസാനു അലൽ ഫുആദി ദലീലാ. ഇന്നൽ കലാമ ലഫിൽ ഫുആദി, യഥാർത്ഥത്തിൽ സംസാരം നടക്കുന്നത് ഹൃദയത്തിലാണ്. വഇന്നമാ ജുഇലൽ ലിസാൻ, നാവിനെ. ലിസാന് രണ്ടർത്ഥം. ലിസാന് രണ്ടർത്ഥം. ലിസാന് നാവ് എന്നർത്ഥമുണ്ട്, ഭാഷ എന്നർത്ഥമുണ്ട്. ഇപ്പോൾ മദ്രസയിൽ നമ്മളൊരു കുട്ടികൾ ഒരു ബുക്കാണ് ലിസാനുൽ ഖുർആൻ. ഖുർആൻ്റെ നാവ് എന്നതിനർത്ഥം അല്ല, ഖുർആനിൻ്റെ ഭാഷ. ലിസാന് രണ്ടർത്ഥമുണ്ട്. നാവെന്നും അർത്ഥം വരും. കാരണം നാവിന്മേലുള്ള കാര്യമായ പണി എന്താണ്? ഭാഷയാണ്. ഭാഷ അവിടെ വർക്ക് ചെയ്യുക. മനസ്സിലാണ്ട് പറഞ്ഞത്? നാവ് ലിസാനുൽ ഖുർആൻ, ഖുർആൻ്റെ ഭാഷ. ഭാഷ എപ്പോഴും ക്ലിയറാക്കി. ഭാഷയാണോ ആശയം? അല്ല. പക്ഷെ ആശയത്തോട് അതിന് ഹൃദയബന്ധമുണ്ട്. അപ്പം ഭാഷ വളരെ ക്ലിയർ ആവണം എപ്പോഴും. ഒരു ചെറിയ ബന്ധം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ പറയാം, ഹൃദയത്തിൻ്റെ രണ്ടാം അറയാണ് മാരിഫത്തിൻ്റെ അറ. അതാണ് സൂഫിയാക്കളുടെ ചർച്ചയും. ഒന്നാം അറ ഡോക്ടേഴ്സിൻ്റെ ചർച്ച. ഒന്നാം അറയല്ല, ഒന്ന്. ഹൃദയത്തിൻ്റെ പ്രഥമമായ ഭാഗം എന്നാൽ ഡോക്ടർമാർ ചർച്ച ചെയ്യുന്ന ഒരു മാംസപിണ്ഡാണ്. എന്നാൽ അതിനൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോ എന്ന് പറഞ്ഞാൽ അതിരുകളില്ലാത്തൊരു ലോകത്തേക്ക് തുറക്കുകയാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? അത് ഹൃദയത്തിൻ്റെ അറയാണ്. അറയുടെ അറ ബാഹ്യതലത്തിനപ്പുറമുള്ള വിൻഡോ, അപ്പുറത്തേക്കുള്ള വിൻഡോ. ആ വിൻഡോക്ക് ഈ മാംസപിണ്ഡത്തിനോട് ബന്ധമില്ലേ? ഉണ്ട്. ഒരു നേരിയ ബന്ധമുണ്ട്. ഒരു നേരിയ ബന്ധം ഉണ്ട്. അതിനപ്പുറത്തേക്കില്ല, എന്നാലൊരു ബന്ധമുണ്ട് എന്നതുപോലെയാണ് ആശയങ്ങൾക്ക് ഭാഷയോട് ബന്ധമുണ്ട്. ഭാഷക്ക് ആശയോടത്തോളം ബന്ധമുണ്ട്. ഒരു നേരിയ ബന്ധമെങ്കിലും ഉണ്ടാവും. എപ്പോഴും നമ്മൾ ഒരാൾ ആശയത്തിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം അയാൾ മാന്തേണ്ടത് എവിടെയാണ്? ഭാഷയിലാണ്. ഭാഷയിൽ നിന്നാണ് ആശയത്തിലേക്ക് പോവുക. നമ്മൾ ചില ഖുർആൻ്റെ ആയത്തുകളൊക്കെ നമ്മളിങ്ങനെ വലിച്ചു കീറി കൊണ്ടുവരും. പക്ഷെ ആദ്യം നമ്മൾ എവിടെ തൊടുക? ഭാഷയിൽ. അമാനത്ത് എന്നൊരു വാക്കിന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു. ഇന്ന അറളിനൽ അമാനത്ത് അല സമാവാതി വൽ അർദി വൽ ജിബാൽ. എന്നിട്ടതിന് മൊത്തം ആ ക്ലാസ്സിൽ നമ്മൾ സമർത്ഥിക്കുന്നത് ഒരു വിശ്വസ്തതയാണ് സത്യത്തിൽ. എന്ത്? ദീന്. കാരണം ദീനിനെ പറ്റി പറഞ്ഞ വാക്ക് ഏതാണല്ലോ? അമാനത്ത് എന്നല്ലേ. മുഹമ്മദ് എന്ന വ്യക്തി നിസ്കാരം നോമ്പൊക്കെ വാങ്ങുന്നതിന് മുമ്പ് വാങ്ങിയത്, സമൂഹത്തിൽ നിന്ന് വാങ്ങിയ എന്താണ്? വിശ്വസ്തതയാണ്. അൽ അമീൻ എന്നതാണ്. അൽ അമീനാണ് അമാനത്ത് ഏൽപ്പിച്ചത്. അൽ അമീൻ അതിന് യോഗ്യനാണ്. അമാനത്വം അത് ഭാഷയാണ്. നീ അവിടുന്ന് ആ വിൻഡോ അങ്ങോട്ട് തുറന്നു പോയാൽ പിന്നെ അതിൽ അതിരുകളില്ലാത്ത ലോകത്തേക്ക് പോകും. പക്ഷെ ഒന്നാമതായി ഈ വിൻഡോ എവിടുന്നാണ് തുടങ്ങുക? ഭാഷയെന്നാണ് തുടങ്ങുക. നിങ്ങൾ ഖുർആൻ എവിടെയും ചർച്ച ചെയ്യുക, പക്ഷെ ഭാഷയുമായി നേരിയ ബന്ധമുണ്ടാവും. പരിഭാഷക്കാർക്ക് ഭാഷയോടെ ബന്ധം, എന്നാൽ സൂഫിയാക്കൾക്ക് ഭാഷയോട് ബന്ധം ഇല്ലാതില്ല.
ഒരു വലിയ ബന്ധം അതിരുകളില്ലാത്ത ലോകത്തേക്കാണ്. പക്ഷെ എവിടെ തൊടും? ഭാഷയിൽ തൊടും. ഭാഷ ഇല്ലാതെ നടക്കൂല. ഭാഷ വളരെ പ്രധാനം. മനസ്സിലാണ്ട് പറഞ്ഞത്? ഓരോന്നും നമ്മൾ ഓരോന്നും ആ ഭാഷയിലെല്ലാം ഉണ്ട്. ഇപ്പം നമ്മളിൽപ്പെട്ട ഒരാൾ മരിച്ചാൽ നമ്മളെന്താ പറയുക? മരിച്ചു. പ്രധാനമന്ത്രി മരിച്ചല്ല, മരിച്ചെന്നറിയില്ല, അന്തരിച്ചു. ഒരിക്കലും രണ്ടാക്കൊന്നും തന്നെയാണ്. മനസ്സിലായില്ല? മലക്കുൽ മൗത്ത് റൂഹിനെ പിടിക്കലാണല്ലോ പ്രധാനമന്ത്രിക്കും നമുക്കും. ഹൈന്ദവ വിശ്വാസം അനുസരിച്ചാണെങ്കിൽ കാലൻ കൊണ്ടുപോയി. ഇസ്ലാമിക് കൺസെപ്റ്റിൽ അത് മലക്കുൽ മൗത്ത് കൊണ്ടുപോയി. ഓക്കെ, അത് രണ്ടാൾക്ക് രണ്ട് പ്രയോഗത്തിൽ ഉപയോഗിക്കും. നമ്മൾ പോലത്തെ സാധാരണക്കാരെല്ലാവരും മരിച്ചാൽ നിങ്ങൾ മരിച്ചത് എപ്പോഴേ? പ്രധാനമന്ത്രി ആകുമ്പോൾ എന്തല്ല, മരിക്കല്ല, പിന്നെ അന്തരിച്ചു, ദിവംഗതനായി, കാലയവനികക്കുള്ളിൽ മറിഞ്ഞു, പാസ്ഡ് എവേ. കറക്റ്റല്ലേ? ചിന്തിക്ക്. എല്ലാം ഇപ്പം നമ്മൾ പുതിയാപ്പിള വീട്ടിൽ വന്ന ആദ്യമൊക്കെ വരുന്ന കാലത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇവിടുന്ന് എണീക്കായിരുന്നു. ഒരു ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ ഇവിടുന്ന് എണീച്ചൊന്ന് കൈ കഴുകി അങ്ങനെ പറയും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവനെക്കുറിച്ച് ഹൃദയത്തിൽ എന്തുണ്ട്? ബഹുമാനുണ്ട്. ഓൻ തന്നെ 10 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ ഉണങ്ങി മുണങ്ങിക്കോന്നാ പറയും. മുണങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഇബാറത്തുൻ അൻ തീറ്റ. ഇവിടുന്ന് എണീറ്റ് കഴിയുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതും ഇബാറത്തുൻ അനിൽ തീറ്റ. രണ്ടും ഇബാറത്തുൻ അനിൽ തീറ്റയാണ്. പക്ഷേ ബഹുമാനത്തിന് ഓൻ വന്ന സമയത്ത് ഓൻ വലിയൊരു മാനാന്ന് നമ്മൾ വിചാരിച്ച് ഓനെ നമ്മൾ വാങ്ങിച്ചു. പിന്നെ ഒരു ചുക്കുമല്ല, അവനൊരു ഹമുക്കാണെന്ന് നമുക്ക് 10 കൊല്ലം കൊണ്ട് ബോധ്യപ്പെട്ടു. അപ്പം നമ്മളെന്താ പറയുക? വണങ്ങി മുണങ്ങിക്കോ. വണങ്ങി മുണങ്ങിക്കോ പറഞ്ഞാലും എന്തെന്നെയാണ് അർത്ഥം? തിന്നോളിന്ന് അർത്ഥം. ഇവിടുന്ന് എണീറ്റ് കയ്യായിരുന്നു പറഞ്ഞാലും ഇബാറത്തുനല്ല തീറ്റയാണ്. പക്ഷേ ഒന്ന് കൽബിലുള്ള ഇക്റാമിൻ്റെ ദലീലാണ്, ഒന്ന് കൽബിലുള്ള ഇഹാനത്തിൻ്റെ ദലീലാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ കൽബിലുള്ളത് ഇതിലൂടെ പുറത്തു വന്നു. അപ്പോൾ എണീറ്റ് കൈ തിന്നു. മാന്യനാണെങ്കിൽ രണ്ടാമത്തെ 10 കൊല്ലം കഴിഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞോ ഓൻ തിന്നൂല. ഓൻ എണീറ്റ് ഒരു മാന്യനാണെങ്കിൽ ഹോട്ടലിൽ നിന്ന് കുറച്ച് പൊറോട്ട തിന്നു, ഇവിടെ നിന്നൂല. അല്ലെങ്കിൽ പൈസ അല്ലെങ്കിൽ പട്ടിണി നടക്കും, ഞാൻ തിന്നൂല. എന്തുകൊണ്ട് തിന്നൂല? തിന്നാൻ പറഞ്ഞല്ലോ, പിന്നെ എന്താ തിന്നാഞ്ഞു? അവനെ ഇഹാനത്ത് ചെയ്തവരുടെ ഭക്ഷണം അവന് വേണ്ട. അവന് ഇഹാനത്ത് ചെയ്തു അവൻ എങ്ങനെ മനസ്സിലായി? ഭാഷ മനസ്സിലാണ്ട്. വളരെ ചിന്തിക്കണം, ഒക്കെ ചിന്തിക്കണം. ഇടയിൽ തല്ലുണ്ടാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. ഇപ്പം നമ്മൾ ഭാഷയിൽ പറയുന്ന വാക്കുകൾ തന്നെയാണ് തത്സരം പറയുക. അതേ സമയത്ത് ചിലത് ഇക്രാമ് വെളിവാവും, ചിലത് ഇഹാനത്ത് വെളിവാവും. ഈ ഇക്രാമിനെയും ഇഹാനത്തിനെയൊക്കെ വെളിവാക്കുന്നത് എന്താണ്? ഭാഷയാണ് പ്രധാനം. ഭാഷയാണ്. മൻ അലിമ ലുഗത ഖൗമിൻ അമിന ശിറാറഹും. ഒരു ജനതയുടെ ഭാഷ പഠിച്ചാൽ ആ ജനതയിൽ നിർഭയനായി കഴിയാം. പുണ്യ റസൂൽ എഴുതിച്ചോളി ഹദീസ്. നമ്മളെപ്പോലത്തെ ആളുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും ഞാനത് പറയലിൻ്റെ ഒരു സുന്നത്തായതുകൊണ്ട് ഞാൻ പറയാം. നിങ്ങൾ എഴുതിയേക്കൂലെന്ന് എനിക്കറിയാം. മൻ അലിമ ലുഗത ഖൗമിൻ അമിന ശിറാറഹും. ഒരു ജനതയുടെ ഭാഷ പഠിച്ചാൽ ആ ജനതയിൽ നിർഭയനായി കഴിയാം എന്ന് പുണ്യ റസൂൽ. മനസ്സിലായില്ലേ പറഞ്ഞപ്പോൾ? അപ്പം ഭാഷ ശരിക്കും പഠിക്കണം. ഭാഷയാണ്, വേറൊന്നുമില്ല. അനവധി ഭാഷകൾ പഠിച്ച ഒരാളാണ് മോയിൻകുട്ടി വൈദ്യർ. അതുകൊണ്ടാണ് മഹാകവിയായത്. അതായത് ഒരു സാധാരണക്കാരന് ബദർകിസ് പാട്ട് അർത്ഥമാക്കാൻ കഴിയില്ല, ബദർമുദ്ദീൻ മുസ്ലിം ജമാൻ അർത്ഥമാക്കാൻ കഴിയില്ല, സാധാരണക്കാർക്ക് കഴിയില്ല. കാരണം അനവധി ഭാഷ അറിയാം, അനവധി ഭാഷ. 40-ാമത്തെ വയസ്സിൽ മരിച്ചിട്ടുണ്ട് മോയിൻകുട്ടി വൈദ്യർ. എത്ര അതിനെ മറികടക്കുന്നൊരു മഹാകവി ഇന്നുവരെ പിന്നെ ഉണ്ടായിട്ടുമില്ല.
കേരള സർക്കാരാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തുന്നത്. അപ്പോൾ അദ്ദേഹം ആരായിരിക്കും? മനസ്സിലാണ്ട് പറഞ്ഞത്. മോയിൻകുട്ടി വൈദ്യർ സ്മാരകം നിലനിർത്തുന്നത് മഹാകവി മോയിൻകുട്ടി വൈദ്യർ എന്ന സർക്കാർ രേഖയാണ്. മഹാകവി മോയിൻകുട്ടി വൈദ്യർ. മനസ്സിലാണ്ട് പറഞ്ഞത്. ചിന്തിക്ക്. അപ്പോൾ എന്താ കാരണം? ഭാഷ ഒരാൾക്ക് അറിയുകയാണെങ്കിൽ എന്തോ ഭാഷയാണ് പ്രധാനം. മൻ അലിമ ലുഗത ഖൗമിൻ അമിന ശിറാറഹു, മൻ അലിമ ലുഗത ഖൗമിൻ അമിന ശിറാറഹു. ഒരു ജനതയുടെ ഭാഷ പഠിച്ചാൽ ആ ജനതയിൽ നിർഭയനായി കഴിയാം എന്ന് പുണ്യ റസൂൽ. പിന്നെ طويت عبادات العوالم كلها أو طويت عبادات العوالم كلها. രണ്ട് പ്രധാനങ്ങളുണ്ട്. കുല്ലഹാന്നും കുല്ലിഹാന്നും പറയുമ്പോൾ തൊവൈത്തു ഞാൻ ചുരുട്ടി ഇബാദാത്തിൽ അവാലിമി സകല ലോകങ്ങളുടെയും ആരാധനകളെ. ഇനി കുല്ലഹ എന്ന് പറയുകയാണെങ്കിൽ ആ ആരാധനകളെയൊക്കെയും എന്നാവും അർത്ഥം. കുല്ലിഹ എന്ന് പറയുകയാണെങ്കിലോ തൊവൈത്തു ഇബാദാത്തിൽ അവാലിമി സകല ലോകങ്ങളുടെയും ആരാധനകളെ ഞാൻ ചുരുട്ടി. കുല്ലിഹ ആ സകല ലോകങ്ങളുടെയൊക്കെയും. അപ്പോൾ തെക്കീത് ആർക്കാണ്? അവാലിമിനാണ്. കുല്ലഹ എന്ന് പറയുകയാണെങ്കിൽ തെക്കീദാർക്കാണ്? ഇബാദാത്തിനാണ്. രണ്ട് ഓപ്ഷനും പറ്റും. രണ്ടും അവിടെ ഉദ്ദേശം തന്നെയാണ്. പിന്നെ തങ്ങളോടുള്ള പ്രേമം കൊണ്ട് ഞാൻ ചുരുട്ടി. അപ്പം ലോകത്തിൻ്റെ ആരാധനയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. കാരണം ആരാധനകൾക്കൊരു മർമ്മമുണ്ട്. നീ ആശയം വിശദീകരിക്കണം. ഇതുവരെ വിശദീകരിച്ചത് ഭാഷ. ഇനി ആശയം വിശദീകരിക്കുക. ഞാൻ ചുരുട്ടി. ഭൂമി ഒരുണ്ട പോൽ എൻ കയ്യിലെന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചുമടെന്നോവർ. ഏതാവത്ത് മൊയ്തിമാല. ഖാദി മുഹമ്മദ് അക്കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനാണ്. AD 1607 മുഹിദ്ദിമാല കൃതി കേരളത്തിന് സമർപ്പിക്കുന്നത് AD 1607. ആ വർഷം തന്നെ ഖാദി മുഹമ്മദ് വഫാത്തായി. കുറ്റിച്ചിറ പള്ളിയുടെ തൊട്ട് മുന്നിലാണ് ഖാദി മുഹമ്മദിൻ്റെ ഖബറുള്ളത് റഹ്മത്തുള്ളാഹി അലൈഹി. അന്ന് കേരളം കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ ഖാദി മുഹമ്മദാണ്. വലിയ മഹാനാണ്. പിന്നീട് തുഞ്ചത്തെഴുത്തച്ഛൻ അതിനെ വഴിപിടിച്ച് മണിപ്രവാളത്തിൽ അധ്യാത്മരാമായണം എഴുതി. അധ്യാത്മരാമായണം എഴുതുന്നത് AD 1612. അധ്യാത്മരാമായണം മനസ്സിലാവില്ലേ? ചെന്തമിഴിൽ മണിപ്രവാളത്തിൽ, അത് ചെന്തമിഴ് കലർന്ന മലയാളം. മണിപ്രവാളത്തിൽ അത് മലയാളക്കരയ്ക്ക് സമർപ്പിക്കുന്നത് AD 1612. അതായത് മുഹദ്ദിമാലയുടെ കൃതിക്ക് ശേഷം 5 വർഷങ്ങൾ കഴിഞ്ഞാണ് എന്ത് വരുന്നത്? അധ്യാത്മരാമായണം വരുന്നത്. അതാണ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഭാഷയുടെ പിതാവ് എന്ന് പറയപ്പെടുന്ന എഴുത്തച്ഛൻ്റെ ഏറ്റവും പ്രമുഖമായ കൃതിയാണ്. ഒരാൾക്കൊരു പ്രമുഖമായ കൃതി ഉണ്ടാവും. പ്രമുഖമായ കൃതി ഒരാൾക്കൊരു പല കൃതികളുണ്ടാവും. ഇപ്പോൾ വിജയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി ഖസാക്കിൻ്റെ ഇതിഹാസമാണ്. MTയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി രണ്ടാം മൂഴാണ്. SKയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി ഒരു ദേശത്തിൻ്റെ കഥയാണ്. പൗലോ കോലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി ആൽക്കെമിസ്റ്റാണ്. ഒരാൾക്കൊരു പ്രധാനപ്പെട്ട കൃതി ഉണ്ടാവും. അതിൽ അവരെ എല്ലാം ഉണ്ടാവും. അത് 2 കൃതി ഉണ്ടാവില്ല, ഒരു കൃതി ഉണ്ടാവുള്ളൂ. കാരണം അവരെ അതിൽ പ്രതിഫലിപ്പിക്കും. ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്തത് ഒരു പ്രകാരം ഒരു ദൈവസിദ്ധി അതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ടാവും. മനസ്സിലോട് പറഞ്ഞത് എന്നതുപോലെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് എന്ത്? അധ്യാത്മരാമായണം. ഖാദി മുഹമ്മദിന് ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് മുഹിദ്ദിമാല. മുഹിദ്ദിമാല ഈ അധ്യാത്മരാമായണത്തിന് 5 വർഷം മുമ്പാണ്. അപ്പോൾ ഭാഷയുടെ പിതാവെന്ന് പറയപ്പെടേണ്ട ആൾ ഒരു നിലക്ക് ആരാണ്? ഖാദി മുഹമ്മദാണ്. ഭയങ്കര പണ്ഡിതനാണ്. പക്ഷേ മുസ്ലിം സമുദായത്തിൻ്റെ ഗ്രോത്ത് തകർന്നു പോയ ഒരു കാലഘട്ടത്തിൽ അവരൊക്കെ വരുന്നത്. അതുകൊണ്ട് സമുദായം പുറകോട്ട് പോയി. ഏറ്റെടുക്കാൻ ആളുടെ ഒരു കാര്യമുണ്ടായിട്ട് കാര്യമില്ലല്ലോ.